ഹായ് ഹലോ ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിയും നിവിനും കൂടെ അവൾ അച്ഛൻ വാങ്ങിയ തോട്ടമാണെന്ന് പറഞ്ഞ് അവർക്ക് മുമ്പ് കാണിച്ചു കൊടുത്ത ആ സ്ഥലത്തേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞത് ഇത് നമ്മൾ വാങ്ങി ഇതിനി ഈ സ്ഥലം നമ്മുടേതാണെന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അന്നേരത്താണ് ജയബാലൻ്റെതാണ് ആ തോട്ടമെന്നും അത് അച്ഛൻ്റെതല്ലെന്ന കാര്യം അറിഞ്ഞതോടെയാണല്ലോ ജയബാലൻ്റെ ചതി സ്വന്തം കൂട്ടുകാരൻ അരവിന്ദൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം ഓർത്തുകൊണ്ട് കാവേരി അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ നിവിൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥലം അച്ഛൻ പറഞ്ഞത് വാങ്ങിക്കാൻ പോകുന്നതല്ല, ഇത് ഞാൻ വാങ്ങിയെന്നാ, ഇത് നമ്മുടേതാണെന്നാ അച്ഛൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കാശ് കൊടുക്കാതെ രജിസ്ട്രേഷൻ നടക്കാതെ ഒരിക്കലും അച്ഛൻ അത് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് അറിയുമ്പോൾ നിവിൻ അവളെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. കാവേരി, ഇതിനി ഇവിടെ ഇരുന്ന് കരയല്ലേ, ചിലപ്പോൾ കാശ് കൊടുത്തില്ലായിരിക്കും, കാശ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആ സമയം അവർക്കറിയാം ആ തോട്ടം ആരാണ് വാങ്ങിയതെന്ന്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ. പക്ഷേ അത് ജയപാലിനെ പേടിച്ചുകൊണ്ട് അവർക്കൊന്നും പറയാനാവുന്നില്ല. ചേട്ടാ, ഈ സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? അത് ഈ തോട്ടത്തിൻ്റെ മുതലാളി അന്ന് ഹോസ്പിറ്റലായിരുന്നു, അങ്ങനെ രജിസ്ട്രേഷൻ നടന്നില്ല, പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറിപ്പോവാ. കൂടുതലൊന്നും പറയുന്നില്ല. ജയപാലൻ്റെ കളികളാണെന്നെല്ലാം കാവേരിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കാവേരി വീട്ടിലേക്ക് വരാട്ടോ. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജയബാലൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊക്കണമെന്ന് കാവേരി തീരുമാനിക്കുക. തൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടാ അവൻ വലിയ മുതലാളിയായത്, എന്നിട്ട് പാവം കൂട്ടുകാരനെ ചതിച്ച് അതിൻ്റെ വേദനയിലാണ് തൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചെന്ന് രേവതിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെ ജയബാലിനെ വയൽ വെച്ച് അവൾ കാണുന്നുണ്ട്. ജയബാലിനെ വെല്ലുവിളിക്കാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടാണ് നിങ്ങൾ വലിയ മുതലാളിയായത്, അതുകൊണ്ട് എൻ്റെ അച്ഛന് നീതി കിട്ടണം, അതുവരെ ഈ കാവേരി പോരാടും, നീ എന്ത് വേണമെങ്കിലും ചെയ്തടി, നിനക്ക് എന്ത് പറ്റും, ഒരു പീറപ്പെണ്ണ് വന്നിരിക്കുന്നു എന്നെ വെല്ലുവിളിക്കാനായിട്ട്. അതെ, നിങ്ങൾ വെല്ലുവിളിക്ക തന്നെയാണ്. നിൻ്റെ വീട്ടിൽ നിൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ നിനക്ക് ഹുങ്ക് കൂടി, അങ്ങനെ തട്ടിപ്പിൽ നിനക്കും മറ്റൊരു വിവാഹം കഴിക്കാമെന്ന് നീ കരുതുന്നുണ്ടാവും. എന്തായാലും എൻ്റെ പെങ്ങളെ മോനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കില്ലടി, ആർക്ക് വേണം, എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞോ, ഈ കാവിരെന്ന് വിചാരിച്ചാൽ അത് നടക്കും. ഇനിയിപ്പോൾ നിവിനെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയാൽ അത് ഞാൻ നടത്തിയിരിക്കും. അത് നിങ്ങളാരെയും സമ്മതം എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ. ആ ഒരു സമയത്ത് ജയബാലൻ്റെ കളികളെല്ലാം വിനീതിനെ അറിയിക്കാൻ കേട്ടോ. വിനീതിന് തന്നെ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ പഴയ ഡയറി, ഗംഗയുടെ അച്ഛൻ്റെ പഴയ ഡയറി അയാളുടെ കയ്യിൽ കിട്ടിയിരുന്നു. ആ സമയത്ത് വിനീത് അതെല്ലാം മറിച്ചു നോക്കാണ്. അപ്പോഴാണ് ഗൾഫിൽ നിന്ന് അയാൾ സമ്പാദിച്ച കാശുകളെല്ലാം അക്കൗണ്ടിലേക്ക് അയച്ച വിവരണങ്ങൾ ആ ഒരു ഡയറിയിൽ ഉണ്ടായിരുന്നു. അക്കൗണ്ട് നമ്പറും അവിടെ ചേർത്തിട്ടുണ്ട്. കാവേരിയെ വിനീത് കാണാൻ ചെല്ലുന്നുണ്ട്. ആ ഡയറിയും കയ്യിലുണ്ട്. കാവേരി, ഇതൊന്ന് നോക്കിക്കേ എന്ന് പറയാണ്. കാവേരി അത് നോക്കുന്നുണ്ട്. ഇതെല്ലാം അച്ഛൻ മാസാമാസം നല്ലൊരു എമൗണ്ട് അയച്ചിട്ടുണ്ടല്ലോ, ഇത് ആരുടെ അക്കൗണ്ട് ആയിരിക്കും? ആ, ഈ അക്കൗണ്ടിലേക്കാണ് അച്ഛൻ കാശ് അയച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത്, അതുകൊണ്ട് കള്ളനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ആ ജയബാലൻ്റെ അക്കൗണ്ട് ആയിരിക്കും, അല്ലാതെ അച്ഛന് ആരെയും വിശ്വാസമില്ലായിരുന്നു. എന്തായാലും താൻ വാ എന്ന് പറഞ്ഞ് കാവേരി വിനീതും ബാങ്കിലോട്ട് പോവാണ്. എന്നിട്ട് ആ അക്കൗണ്ട് നമ്പർ ആരുടേതാണെന്നും ഞങ്ങളുടെ അച്ഛൻ തുടരെ ഇതിൽ കാശ് അയച്ചിട്ടുണ്ടെന്ന കാര്യവും പറയുമ്പോൾ ആദ്യമൊന്നും മാനേജർ പറയാൻ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ കാവേരി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛൻ അയച്ച പണത്തിൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ, ഞങ്ങൾക്കതിന് അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ഞാൻ മീഡിയയിൽ പറയുമെന്നൊക്കെ പറഞ്ഞ് കാവേരിയുടെ ഭീഷണിക്ക് മുമ്പ് ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്തായാലും മുട്ടുമടക്കട്ടോ. അത് ജയബാലൻ്റെ അക്കൗണ്ടാണെന്നും ജയബാലൻ്റെ പേരാണെന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവനാണ് ഈ ചതിയെല്ലാം ചെയ്തത്. അയാളങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ അയാളാണ്. ഹൃദയം പൊട്ടിയ എൻ്റെ അച്ഛൻ മരിച്ചത്. അങ്ങനെ ജയബാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വിനീത്. അന്നേരത്ത് പുറത്ത് ആരെയും കാണുന്നില്ല. അകത്ത് ഒരു സംസാരം. ആ ബാങ്ക് മാനേജർ വിളിച്ചിരുന്നു. ആ അരവിന്ദ് എല്ലാം ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. അയാൾ കാശ് അയച്ച വിവരണങ്ങളൊക്കെ, ഏത് അക്കൗണ്ടിലേക്കാണ് എത്ര മാസം എത്ര രൂപ ഇട്ടെന്ന്.
എന്നിട്ട് എന്താ ഉണ്ടായത്? അങ്ങനെ ഭാര്യ ചോദിക്കുന്നുണ്ട്. അവന് എനിക്കാണ് കാശ് അയച്ചതെന്നും അവർക്ക് മനസ്സിലായത്. ജയബാലേട്ടൻ ഇതിൽ തൂങ്ങുമോ? എവിടെ തൂങ്ങാന്? അതിനെന്ത് തെളിവാ ഉള്ളത്? അവനവിടെ അക്കൗണ്ടിലേക്ക് കാശിട്ടെന്നല്ലാതെ എഴുതി വെച്ചെന്നല്ലാതെ മറ്റെന്തെങ്കിലും രസീതുണ്ടോ? ഇല്ലല്ലോ. അവനെ കൊണ്ടാ നമ്മൾ ആ പറമ്പ് വാങ്ങിയതും ഇത്രയും പണക്കാരായത്. എന്നിട്ടിപ്പോൾ ഒടുവിൽ അവന് എൻ്റെ എല്ലാം എഴുതി വെച്ച് ചത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വിനീതിന് ചതിയുടെ ആ ഒരു ഇത് മനസ്സിലാവാട്ടോ. വിനീതിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വിനീത് അങ്ങോട്ട് കയറി വന്ന് ജയപാലിൻ്റെ കോളറിൽ പിടിക്കുക. എടാ ചതിയാ, എൻ്റെ അമ്മാവനെ ചതിച്ചതും പോരാണ്ട് നീ അയാളെ പരിഹസിക്കുന്നോ? നന്ദിയില്ലാത്ത നായെ, നിനക്ക് എങ്ങനെ തോന്നി ആ മനുഷ്യനെ ചതിക്കാനെന്ന് ചോദിച്ച് വിനീത് ഭാര്യയുടെ മുമ്പിൽ ജയപാലിനെ അടിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ ജയപാലിന് അവളുള്ള പക കത്തിയേറാട്ടോ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ ആഗ്രഹിച്ച പെണ്ണിൻ്റെ കൂടെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കണ്ടടാ. നിന്നെ ഞാൻ കൊന്നു തള്ളും എന്ന് പറയാം. അങ്ങോട്ട് വന്നാൽ മതി. നീയാണല്ലോ എൻ്റെ കാലൻ. നിന്നെ ഞാൻ ചാവുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജയപാലാകെ അടിമുടി വിറച്ച് നിൽക്കാൻ കേട്ടോ. വിനീത് തന്നോടുള്ള പക തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ആ പീറച്ചക്ക തന്നെ തല്ലി. അതും കൂടി ചേർത്തപ്പോൾ ജയപാലിന് സഹിക്കാൻ പറ്റുന്നില്ല. ജയപാലൻ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആരെയോ വിളിക്കാണ്. അവനെ തീർത്ത് കളഞ്ഞേക്കണം. അവൻ്റെ ഒരു മധുവിത്. അവനങ്ങനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന് എന്തെന്ന് വെച്ചാൽ ചെയ്തോ, എത്ര പണവും ഞാൻ തരാം എന്ന് പറയാണ്. അങ്ങനെ വിനീതിനെ കൊല്ലാനായിട്ട് ആളുകളെ ഇറക്കുന്നുണ്ട്. വിനീത് തൻ്റെ രാത്രി ടൈലർ ഷോപ്പിൽ നിന്ന് ഏറെ വൈകിയാട്ടോ വരുന്നത്. ആ ഒരു സമയത്ത് അവൻ്റെ പുറകെയായിട്ട് കുറച്ച് പേര് വരുന്ന കാണുകയാണ്. ആ സമയം വിനീത് ബൈക്ക് നിർത്തുന്നുണ്ട്. എന്ന് അവർ ഏതോ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സൊക്കെ ചോദിക്കുകയാണ്. ആ സമയം വിനീതിന് എന്തോ ഒരു പന്തിക്കേട് തോന്നുന്നുണ്ട്. നന്നായി മദ്യപിച്ചവരാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് വിനീതിനെ അവിടുന്ന് തല്ലുന്നുണ്ട് കേട്ടോ. ആ സമയം വിനീത് ഒരു 5-6 പേരുണ്ടായതുകൊണ്ട് വിനീത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ അടിച്ചിട്ട് ഓടിച്ചതിന് ശേഷം വിനീത് തൻ്റെ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ വിനീതിൻ്റെ പുറകെ തന്നെ കൂടുന്നുണ്ട്. അങ്ങനെ കാല് വഴുതി വിനീതാണെങ്കിലോ ഒരു കൊക്കയിലേക്ക് അങ്ങ് വീഴാട്ടോ. ഉരുണ്ടുരുണ്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ കഥ കഴിഞ്ഞു. അവൻ എന്തായാലും ഇനി ജീവിച്ചിരിക്കില്ല. നമുക്ക് അവനെ കൊന്നെന്ന് പറഞ്ഞ് കാശ് വാങ്ങി പോവാം എന്ന് പറഞ്ഞ് ജയപാലിനെ വിളിക്കുന്നുണ്ട്. സാറേ, അവനെ കൊന്ന് ഞങ്ങൾ ഒക്കെ തള്ളിയിട്ടുണ്ട്. ആർക്കും സംശയമില്ല. അവൻ്റെ ബൈക്കോ അതും കൂടെ അതിൻ്റെ കൂടെ തള്ളിയേക്ക്. ബൈക്ക് അപകടമേ ആവാൻ പാടുള്ളൂ. അങ്ങനെ ഏറെ വൈകിട്ടും വിനീതിനെ കാണാനില്ല കേട്ടോ. കുറേ സമയമായല്ലോ. വിനീതത്തിന് എന്താ വരാത്തതമ്മേ? കാവ്യയുടെ ചോദ്യം കേട്ട് അറിയില്ല മോളെ, ഒരുപാട് തയ്ക്കാനുണ്ടാവും, അതായിരിക്കും അവൻ വൈകുന്നത്. എന്നാലും ഇതിപ്പോൾ 9 മണിയായി. ഇത്ര സമയമൊന്നും ആവാറില്ലല്ലോ. 8 മണിക്ക് തന്നെ കട അടച്ചു വരുന്നതല്ലേ. അങ്ങനെ കാവേരി സെലീമിക്കയൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരത്ത് അവൻ 7:30 കട അടച്ചു പോയില്ല മോളെ. അവരെപ്പോഴും അവിടെ എത്തിയില്ലേ? മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവും. അങ്ങനെ കാവേരിയും ഗംഗയും അച്ചമ്മയും ഒക്കെ എല്ലാം ഭയങ്കര സങ്കടത്തോടു കൂടെ അവിടെ വിനീതിനെ കാത്തിരിക്കാട്ടോ. അന്നേരത്താണ് കുറേ സമയം കഴിഞ്ഞിട്ട് കാണുന്നില്ല. സമയം നീങ്ങി അങ്ങനെ എല്ലാവരും അറിയാതെ സിറ്റോട്ടിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവാണ്. ആ സമയത്ത് വിനീതിനെ കാണുന്നില്ല. കാവേരി തൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് അവിടേക്ക് പോണ സമയത്തും അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ജയപാലിൻ്റെ ഒരു വരവുണ്ട്. എന്താ നിങ്ങളെല്ലാവരും ഇന്നലെ ഉറങ്ങാത്ത പോലെയുണ്ടല്ലോ, എന്ത് പറ്റി എന്ന് പരിഹാസത്തോടെ ചോദിക്കുമ്പോൾ തന്നെ അപകടം മണക്കുന്നുണ്ട് കാവേരി. എന്താ ഞങ്ങൾ ഉറങ്ങിയാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുക. അല്ല, ഇവിടെ എന്തോ ഒരു അന്തരീക്ഷം വല്ലാതെ മുഖമായിരിക്കുന്നു. ഇനിയിപ്പോൾ കൊച്ചുമരുമകൻ വന്നിട്ടില്ലേ? അതുകൊണ്ടാണോ? കൊച്ചുമരുമകൻ ചിലപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി കാണും. അതിനും സാധ്യതയുണ്ടല്ലോ എന്നോർത്ത് കാവേരി പെട്ടെന്ന് തന്നെ വിനീതിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അത് സ്വിച്ച് ഓഫ് ആണെന്ന മറുപടിയാണ്. അങ്ങനെ മുത്തശ്ശിയെ കൊണ്ട് തന്നെ അവൾ സുജാത ആൻറ്റിയെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. സുജാതയുടെ ആട്ടും തൂപ്പാണ് കേൾക്കുന്നത്. എന്തിനാ എന്നെ വിളിച്ചത്? എൻ്റെ മകൻ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളെ കൊച്ചുമകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചില്ലേ? അതുപോലെ ഇനി എന്നെ വിളിക്കേണ്ട, നിങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല എന്ന് പറയാം. വിനീത് അങ്ങോട്ട് വന്നോ? വിനീത് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവൻ അവിടെയല്ലേ താമസം. അതോടുകൂടെ അവിടെ ഇല്ലെന്ന കാര്യം മനസ്സിലാവാണ്. ഇന്നലെ രാത്രി അവൻ വന്നില്ല. ഇത് കേട്ടതും സുജാതയ്ക്ക് വല്ലാതെ ടെൻഷനും വെപ്രാളവും ആവുന്നുണ്ട്. അവൻ വന്നില്ലെന്നോ? നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവൻ എന്താ ചെയ്തത് എന്ന് ചോദിച്ച് ആകെപ്പാടെ വഴക്കാവുന്നുണ്ട്. അങ്ങനെ സുജാത ഓടി വരാട്ടോ. വിനീതിനെ അവിടെ തിരഞ്ഞിട്ടും അവർക്ക് ആർക്കും കിട്ടുന്നില്ല. അവൻ്റെ ജഡം ഇവിടുന്ന് എവിടുന്നെങ്കിലും കിട്ടും, പോലീസിൽ പരാതി കൊടുക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ കാവേരി പോലീസിലൊരു പരാതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനെ അന്വേഷിക്കാം എന്ന് പറയാണ്. അങ്ങനെ വിനീത് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു വീണതാണല്ലോ. അവൻ്റെ കയ്യിൽ
ആ ബൈക്കും ഉണ്ട്. ആ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറയും അവിടെ കൊക്കക്കടിയിലേക്ക് ഒരു ബൈക്ക് കിടപ്പുണ്ട്, അത് വിനീതിൻ്റെതാണെന്ന് പറയാണ്. അതോടുകൂടി എല്ലാവരും വല്ലാതെ ബൈക്ക് അപകടം ഉണ്ടായതാണ്, രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ ബൈക്ക് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മാറുന്നതൊക്കെയെന്ന് നിഗമനം എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഭയത്തിലാകെ പേടിക്കുക. ഗംഗയാണെങ്കിലോ അകത്തു നിന്ന് ഓടി വരുന്നുണ്ട്. അന്നേ വരെ ഗംഗ വിനീതനോട് അടുപ്പം കാണിച്ചിട്ടില്ല. ആ വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കും, അവർക്ക് കൊടുക്കും, അല്ലാതെ അവനോട് വലിയ അടുപ്പത്തിലൊന്നും അവൾ പോയിട്ടില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ അവനോട് സ്നേഹം തുടങ്ങുന്ന നിമിഷങ്ങളായിരുന്നു. അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിനീത് അന്നേരം വരെ വരാത്തതിലും ഗംഗ തകർന്നിരിക്കായിരുന്നു. അന്ന് രാത്രി വരുമ്പോൾ വിനീതനോട് എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിച്ചിരിക്കായിരുന്നു. ഒരുപാട് വിനീതിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ കുഗ്രാമത്തിൽ തന്നെ ജീവിക്കേണ്ടി വന്നതിൽ ശപിച്ചിട്ടുണ്ട്. എന്നാൽ വിനീതിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഗംഗ അവനെ കാത്തിരിക്കായിരുന്നു. അന്ന് രാത്രി തന്നെ അവൻക്ക് ഇങ്ങനൊരു അപകടവും സംഭവിച്ചത്. അങ്ങനെ ഈ വിവരം മറന്നു ഗംഗ അകത്തു നിന്ന് ഓടി വന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ പൊട്ടിക്കയറുന്നെല്ലാം കാവേരി അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. വിനീതേട്ടാ എന്ന് പറഞ്ഞ് ഒറ്റ അലർച്ചയായിരുന്നു. താൻ അന്ന് അതുവരെ കൂട്ടിവെച്ച സ്നേഹമെല്ലാം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയവും തൻ്റെ പ്രാണനെ എന്തെങ്കിലും സംഭവിച്ചുമോ എന്നൊരു ഭയമായിരുന്നു അന്നേരത്ത് ഗംഗയുടെ ഉള്ളിൽ. അങ്ങനെ എന്തായി പറയണ ചേച്ചി, അതൊന്നും സംഭവിക്കില്ല, വിനീതേട്ടൻ വരും, വിനീതേട്ടൻ്റെ ബൈക്കായിരിക്കില്ല. അങ്ങനെ ബൈക്ക് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അത് വിനീതിൻ്റെ ബൈക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ ചങ്ക് തകരാണ്. അങ്ങനെ വിനീതിൻ്റെ ബോഡിക്ക് വേണ്ടി അവിടെ എല്ലാവരും തിരയുന്നുണ്ടെങ്കിലും വിനീതിൻ്റെ ബോഡി അവർക്കാർക്കും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് തെരച്ചിൽ നടക്കുന്നുണ്ട്. വിനീതിനെ അന്വേഷണത്തിനായിട്ട് പോലീസുകാർ ഫയർഫോഴ്സും എല്ലാം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വിനീതിൻ്റെ ജഡം ആർക്കും തന്നെ കിട്ടുന്നില്ല. ഈ സമയം വിനീതിന് വല്ലാതെ അവശ്യ നിലയിൽ നിവിൻ്റെ അരികിൽ ഒരു വീട്ടിലായിരിക്കും കേട്ടോ. അവനെ രക്ഷിച്ചുകൊണ്ട് നിവിനാണ്, അവൻ്റെ കയ്യിൽ ഫോണുണ്ടാവും, അത് ഓപ്പൺ ചെയ്ത് നിവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയം നിവിനോട്, നിവിൻ ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുക, ഞാൻ കൊക്കയിൽ വീണ് ഒരു മരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, കാല് തെറ്റിയാൽ ഞാൻ താഴേക്ക് വീഴും, നീ പെട്ടെന്ന് വാ, എന്നെ കൊല്ലാനായിട്ട് ജയബാലൻ്റെ ആളുകൾ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു, 4-5 പേരുണ്ടായിരുന്നു, അവിടെ കഴിഞ്ഞ് രക്ഷപ്പെടാനാ ഞാൻ ഓടിയത്. അപ്പോഴേക്കും നിവിന് വന്നിട്ട് അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോവാണ്. നല്ല പരിക്കുകളുണ്ടാവും, തലയും കൈയും ഒക്കെ പൊട്ടി മുറിവൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസം ആരും അറിയാതെ നിവിൻ്റെ ആ ഒരു സ്ഥലത്തായിരിക്കൂട്ടോ. എടാ ഗംഗയ്ക്ക് നിന്നെ കാണാതെ സഹിക്കാൻ പറ്റുന്നില്ല, നിന്റെ ബൈക്ക് ഇന്നലെ കൊക്കയിൽ നിന്നെടുത്ത്, അന്നേരത്ത് അവളുടെ ഒരു കരച്ചിൽ കാണണമായിരുന്നു, നീ അല്ലേ പറഞ്ഞത് അവൾക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്. പക്ഷേ ഗംഗ ഒരുപാട് സഹിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, നീ വരാത്തതിൽ അവൾക്ക് വല്ലാതെ വേദനയുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ മറന്നു നിൽക്കുന്നത് നല്ലത്, അത് എൻ്റെ അമ്മാവന് വേണ്ടിയാണ്, ജയ്പാലിനെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. നിൻ്റെ കൂടെ ഞാനും എല്ലാത്തിനും ഉണ്ടാവും, നീ ഇവിടെയുള്ള കാര്യം ഇവിടെ ഒരു കുഞ്ഞിനു പോലും അറിയില്ല. അങ്ങനെ ഒളിവിൽ തന്നെ നിവിൻ്റെ കൂടെ താമസിക്കായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വിനീതിൻ്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഗംഗയെ കാണാൻ അവൻ്റെ മനസ്സ് തുടിക്കുന്നുണ്ട്. തൽക്കാലം താൻ പുറത്തുണ്ടെന്നും താൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ആരും അറിയണ്ട എന്ന് തന്നെയാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ രാത്രികളെല്ലാം ജനവാതിലൂടെ നോക്കുന്ന സമയത്ത് ഗംഗ അവനെ ഓർത്ത് അവൻ്റെ ഫോട്ടോക്കരികിലേക്ക് കണ്ണീരോടെ നിൽക്കുന്നത് അവൻ കാണുമ്പോൾ അവൻക്ക് സങ്കടപ്പെടണോ സന്തോഷിക്കണോ അറിയാത്തൊരു നിമിഷമായിരുന്നു. ഒരുപക്ഷെ ഒന്നോർത്താൽ അവനക്ക് വല്ലാതെ സന്തോഷം തോന്നാം. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇനി ഞാൻ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാവുമെന്ന് വിനീതിന് മനസ്സിലാവാം. അങ്ങനെ പുറന്തിരെ നടക്കാട്ടോ. കാവേരി കാണുകയാണ് വിനീതിനെ പോലെ ഒരാൾ. വിനീതേട്ടനല്ലേ അതെന്നൊക്കെ ചിന്തിച്ച് കാവേരി പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് അയാളെ കാണാതാവാണ്. എന്താ കാവേരി, എന്ത് പറ്റിയെന്ന് ചോദിച്ച് അമ്മ വരുന്നുണ്ട്. വിനീതോ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ മോളെ? അതെ വിനീതേട്ട, ഞാൻ കണ്ടതമ്മേ. നീ അവരൊന്ന് പറഞ്ഞ് ഗംഗയും കൂടെ വിഷമിപ്പിക്കല്ലേ, അവനിക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല മോളെ, അവൻ്റെ ആത്മാവ്. ഇങ്ങനൊന്നും പറയല്ലേ, വിനീതേട്ടൻ മരിച്ചിട്ടില്ല, വിനീതേട്ടൻ നമ്മളുടെ അടുത്തേക്ക് വരും. ആ സമയം ഗംഗയും പറയും, അമ്മേ ഇങ്ങനെ പറയരുത്, വിനീതേട്ടന് അങ്ങനെ ഈ ഗംഗയെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല, വിനീതേട്ടൻ വരും, എനിക്ക് വിനീതേട്ടനും കൂടെ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെ പല ജീവിതം ഉണ്ടാവും അമ്മേ എന്ന് പറഞ്ഞ് ഗംഗ കരയുന്നതെല്ലാം വിനീത് കണ്ണിറങ്ങി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ വിനീത് താഴേക്ക് വന്ന് നിവിൻ്റെ ബൈക്കിൽ കയറി ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് വീണ്ടും അവരുടെ ഒളിസ്ഥലത്തേക്ക് തന്നെ പോവാണ്. അതിനുശേഷം പിറ്റേന്ന് ജയബാലൻ്റെ ഒരു ജീപ്പ് അപകടത്തിൽപ്പെട്ടെന്ന ന്യൂസാണ് കേട്ടോ കേൾക്കുന്നത്. ജയബാലിന് ഗുരുതര പരിക്കോടെ ഹോസ്പിറ്റലാണെന്ന് ആ ന്യൂസ് കേട്ടതോടുകൂടെ അവൻ ചത്തില്ലല്ലോ, അവൻ ചാവണമായിരുന്നു എന്ന് വിനീത് പറയുന്നുണ്ട്. വിനീത് തന്നെയായിരിക്കും അതിൻ്റെ പുറകിൽ തൻ്റെ
അമ്മാവനെ ആ ഒരു വിധി വരുത്തിയ അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം തനിക്ക് എഴുതി വാങ്ങിയതിന് ശേഷമേ അവൻ്റെ മരണം ഞാൻ ഉറപ്പാക്കത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ജയ്പാലിനെ ഹോസ്പിറ്റലിൽ കൈയും കാലും എല്ലാം തകർന്ന് ഒരു കോമ സ്റ്റേജിലേക്ക് പോകുന്ന രീതിയിലാട്ടോ. ആ സമയത്ത് വിനീത് അവനെ കാണാനായിട്ട് വരുന്നുണ്ട്. അവൻ്റെ കണ്ണിലെ ഭയം കണ്ടതും വിനീതിനൊരു ആസ്വദിക്കാണ് കേട്ടോ. എന്താ നീ കരുതിയത്, എന്നെ കൊന്നു തള്ളിയെന്നോ? എന്നാലേ ഈ വിനീത് മരിക്കാനായിട്ടില്ല. നിന്റെ കാലം ഞാനാണടാ. നീ എല്ലാ സ്വത്തുക്കളും എൻ്റെ അമ്മാവനെ പറ്റിച്ച എല്ലാ കാശും തിരികെ നൽകുന്ന ആ നിമിഷം നിന്റെ മരണമായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി വിനീത് ആരുടെയും കണ്ണിൽ പെടാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഏറെ വൈകി വിനീത് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. വിനീതിനെ കണ്ടതും കാവേരിയാണ് ആദ്യം വിനീതിനായിട്ട് വരുന്നത്. നെവിനായിരിക്കും കേട്ടോ. നെവിൻ്റെ ജീപ്പിലായിരിക്കും വിനീത് അവിടേക്ക് വരുന്നത്. എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക. വിനീതിനെ കാണാതായതിനെ തുടർന്ന് എല്ലാവർക്കും സങ്കടമാണ്. അപ്പോൾ 2-3 മാസങ്ങൾക്ക് ശേഷം കേട്ടോ വിനീത് തിരികെ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടിച്ച് എന്താടാ ഞങ്ങളുടെ സർപ്രൈസൊക്കെ പോയല്ലോ, ഞങ്ങളുടെ സന്തോഷവും പോയി, ഞങ്ങളുടെ ഗംഗമോളെ അവസ്ഥ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഗംഗ ആദ്യം കണ്ണടക്ക്. ഗംഗയാണെങ്കിലോ റൂമിൽ തന്നെ പുറത്തിറങ്ങാതെ ഏത് സമയം വിനീതിൻ്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് നിൽക്കായിരിക്കും. അങ്ങനെ ആ ഗംഗയെ പുറത്തുനിന്ന് വരാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ വിനീതിനെയും കൊണ്ട് അവരെ എല്ലാവരുടെ മുമ്പിലേക്ക് ചെല്ലാട്ടോ. ഗംഗ മാത്രം വിനീത് പുറത്തു വന്നത് അറിയുന്നില്ല. എന്നാൽ ഗംഗയുടെ അടുത്തേക്ക് ഗംഗയ്ക്ക് എന്തോ എന്ന് മനസ്സിലാവും. ഒരു കാറ്റ് വന്ന് അവളെ തഴുകുന്ന പോലെയും അവൻ്റെ ഗന്ധം മനസ്സിലാക്കുന്ന തോന്നിയ ഗംഗ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി വരുമ്പോൾ തൻ്റെ മുമ്പിൽ വിനീത് നിൽക്കുന്നത് അവൾ കാണാം. തൻ്റെ സ്വപ്നമാണോ എന്നറിയാതെ അവൾ അവനെ മിഴിച്ചു നോക്കുന്നുണ്ട്. തനിക്കെന്തോ ഭ്രാന്ത് പിടിച്ചോ, തൻ്റെ മുമ്പിൽ തൻ്റെ ഭർത്താവ് വിനീത് തന്നെയാണോ എന്ന് വീണ്ടും വീണ്ടും അവൾ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഒറ്റ കെട്ടിപ്പിടുത്തായിരുന്നു, പൊട്ടിക്കറിയായിരുന്നു. എവിടായിരുന്നു, എന്തിനാ എന്നെ സങ്കടപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവനെ തള്ളിയ മാന്തി പിച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ എന്നോടിത് ചെയ്തത്? ഞാൻ എത്ര സഹിച്ചെന്നോ, എത്ര കരഞ്ഞെന്നോ, എത്ര ദൈവങ്ങളെ വിളിച്ചെന്നോ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. അവളെയും ചേർത്ത് പിടിച്ച് അവൻ റൂമിലേക്ക് പോവാണ്. അവൾ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവനക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ആ വീട്ടിൽ സ്നേഹതീരത്ത് സന്തോഷം അലത്തല്ലാണ്. പക്ഷേ ജയപാലനോടുള്ള ആ ഒരു പക വിനീത് വെറുതെ വിടുന്നില്ല കേട്ടോ. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. എന്തായാലും ഇതുപോലെ ഈ പുഴയും കടന്ന സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.